നമ്മൾ സാധാരണയായിട്ട് ചില പഴയകാല സിനിമകളിൽ കണ്ടുവരാറുള്ളൊരു കഥയുണ്ട്. ഒരു നല്ല പോലീസുകാരനുണ്ടായിരിക്കും. അയാൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് പുതിയതായിട്ട് ജോയിൻ ചെയ്തതായിരിക്കും. ഈ പോലീസുകാരന് സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന വലിയ ആഗ്രഹമുണ്ടായിരിക്കും. പക്ഷേ മറ്റുള്ളവർ അയാളെ അതിന് അനുവദിക്കില്ല, പ്രത്യേകിച്ചും മേലധികാരികൾ. ചില സിനിമകളിൽ ഒരു പടി കൂടി കടത്തി ഒരു ഡയലോഗ് വരെ ഉണ്ടായിരിക്കും. ഈ മേലധികാരികളും മറ്റ് സഹപ്രവർത്തകരും ഈ ഓഫീസറോട് പറയും, നിനക്ക് ഒറ്റയ്ക്ക് ഇവിടെ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല. ഇതൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് നീ. ഒഴുക്കിനൊത്ത് ഒഴുകി പോവുക, അതുമാത്രമാണ് നിന്നെ കൊണ്ട് കഴിയൂ. എന്നാൽ ഒരു മനുഷ്യൻ ആ സിസ്റ്റത്തെ മാറ്റിമറിക്കുവാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അയാൾ അതിൽ ദാരുണമായിട്ട് പരാജയപ്പെട്ടു. എങ്കിലും അയാൾ പിന്മാറിയില്ല. തനിക്ക് യാതൊരു മാറ്റവും വരുത്തുവാനായിട്ട് കഴിയാത്ത ആ സിസ്റ്റത്തെ തകർക്കുവാനായിട്ട് അയാൾ തീരുമാനിച്ചു. ഇതൊരു സിനിമാ കഥയല്ല, യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ്. കഥ നടന്നത് അങ്ങ് അമേരിക്കയിലാണ്. അമേരിക്ക പോലെയുള്ള ഒരു രാജ്യത്തെ സംവിധാനത്തെ മാറ്റിമറിക്കുവാനായിട്ട് ഒരു മനുഷ്യൻ തീരുമാനിച്ച് മുൻപോട്ടിറങ്ങിയാൽ അയാൾക്ക് എന്തായിരിക്കും സംഭവിക്കുക? അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഈ കഥ തുടങ്ങുന്നത് മോണിക്ക ക്വാൻ, കീത്ത് ലോറൻസ് എന്നീ ദമ്പതികളിൽ നിന്നുമാണ്. ഇപ്പോൾ അത്യാവശ്യമായിട്ട് നമുക്ക് ഈ രണ്ടുപേരെ ഒന്ന് പരിചയപ്പെടേണ്ട ആവശ്യമുണ്ട്. കഴിഞ്ഞ 2013 ഈ രണ്ടുപേർക്കും എൻഗേജ്മെന്റ് കഴിഞ്ഞിരുന്നു. മോണിക്കയും കീത്തും ഒരേ കോളേജിലാണ് പഠിച്ചത്. രണ്ടുപേരും നല്ല ബാസ്കറ്റ്ബോൾ പ്ലേയേഴ്സാണ്. ആ പ്ലേ ഗ്രൗണ്ടിൽ വെച്ചാണ് ഇരുവരും ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ഇരുവർക്കും പരസ്പരം ഇഷ്ടപ്പെട്ടു. ഇരുവരും പരസ്പരം സംസാരിച്ചു. കുറെ കാലം നല്ല സുഹൃത്തുക്കളായിട്ട് കഴിഞ്ഞുകൂടി. അതിനുശേഷം ആ സൗഹൃദം ഒരു പ്രണയമായിട്ട് മാറി. അതിനുശേഷം അടുത്ത ഘട്ടം കടന്നു വന്നു. രണ്ടുപേരും ഇതേക്കുറിച്ച് അവരവരുടെ വീടുകളിൽ സംസാരിച്ചു. വീട്ടുകാർക്ക് സമ്മതമായിരുന്നു. അങ്ങനെ അവരുടെ കല്യാണം നിശ്ചയിച്ചു. പഠനത്തിന് ശേഷം ഇരുവരും 2 സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറി. മോണിക്ക ക്വാനിന് കാർസ്റ്റൈറ്റ് ഫുള്ളട്രോൺ എന്ന സ്ഥാപനത്തിൽ അസിസ്റ്റന്റ് കോച്ചായിട്ട് ജോലി കിട്ടി. കീത്ത് ലോറൻസ് യൂണിവേഴ്സിറ്റി ഓഫ് സദേൺ കാലിഫോർണിയയിൽ ഒരു സേഫ്റ്റി ഓഫീസറായിട്ട് ജോലിക്ക് കയറി. രണ്ടുപേരും താമസിച്ചിരുന്നത് കാലിഫോർണിയയിലെ ഇർവിൻ സിറ്റിയിലായിരുന്നു, അതും ഒരേ അപ്പാർട്ട്മെന്റിൽ. ഫെബ്രുവരി 3, 2013 പതിവ് പോലെ മോണിക്കയും കീത്തും ഉറക്കം എഴുന്നേറ്റു. ഇരുവർക്കും അവരുടെ ജോലി സ്ഥലത്തേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി അവർ അപ്പാർട്ട്മെന്റിന്റെ നേരെ താഴെ എത്തി. അവിടെയുള്ള പാർക്കിംഗ് ലോട്ടിൽ നിരവധി കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ കാറിന്റെ ഉള്ളിൽ അവർ കയറി. കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് കീത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചത്. പെട്ടെന്ന് മറ്റുള്ള കാറുകളുടെ ഇടയിൽ നിന്നും അജ്ഞാതനായിട്ടുള്ള ഒരാൾ നേരെ ഇവരുടെ കാറിന്റെ മുൻപിലേക്ക് വന്നു. മോണിക്കയ്ക്കും കീത്തിനും എന്താണ് കാര്യമെന്ന് മനസ്സിലായില്ല. ഇനി അവരത് മനസ്സിലാക്കുവാനും പോകുന്നില്ല. കാരണം അപ്പോഴേക്കും ആ അജ്ഞാതനായിട്ടുള്ള മനുഷ്യൻ തന്റെ ജാക്കറ്റിൽ നിന്നും ഒരു തോക്കെടുത്തു. പിന്നെ യാതൊരു പ്രകോപനവുമില്ലാതെ അവർക്ക് നേരെ തുടർച്ചയായിട്ട് വെടിവെക്കുവാൻ തുടങ്ങി. ആ കാറിന്റെ ഉള്ളിൽ കിടന്ന ആ ദമ്പതികൾ പിടഞ്ഞു മരിച്ചു. അതിനുശേഷം ആ അജ്ഞാതൻ അപ്രത്യക്ഷനായി. ഈ സംഭവം നടന്ന ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ അവിടേക്ക് വരികയാണ്. അയാൾക്ക് എന്തോ അസ്വാഭാവികത തോന്നി. ചുറ്റുപാടും നിരീക്ഷിച്ചപ്പോൾ ഒരു കാഴ്ച കണ്ടു. മോണിക്കയുടെയും കീത്തിന്റെയും കാറിന്റെ ഫ്രണ്ട് ഗ്ലാസ് തകർന്നു കിടക്കുന്നു. അതിന്റെ ഉള്ളിൽ ഇരുവരും മരിച്ചു കിടക്കുന്നു. അയാൾ വേഗം തന്നെ പോലീസിൽ കാര്യം അറിയിച്ചു. പോലീസ് സംഭവസ്ഥലത്ത് പാഞ്ഞെത്തി. ആദ്യഘട്ട അന്വേഷണത്തിൽ അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇതാണ്. ഒരു പക്ഷേ ഇതൊരു റോബറി അറ്റംപ്റ്റ് ആയിരിക്കാം. അതിനിടയിൽ സംഭവിച്ച അപകടമായിരിക്കണം ഈ 2 കൊലപാതകം. ആ ഒരു കാഴ്ചപ്പാട് മുൻപിൽ നിർത്തിയാണ് അവർ ദമ്പതികൾ മരിച്ചു കിടന്ന കാറും അതുപോലെ അവരുടെ അപ്പാർട്ട്മെന്റും പരിശോധിച്ചത്. ആ പരിശോധനയിൽ പോലീസുകാർക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലായി. ഇതൊരു റോബറി അറ്റംപ്റ്റ് അല്ല. കാറിന്റെ ഉള്ളിലും അവരുടെ ഫ്ളാറ്റിന്റെ ഉള്ളിലും നടത്തിയ പരിശോധനയിൽ പോലീസിന് ഒരു കാര്യം മനസ്സിലായി. ഒരു വസ്തുവും മോഷണം പോയിട്ടില്ല. മോണിക്കയുടെ പേഴ്സ് കാറിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ ഉള്ളിൽ പണവുമുണ്ട്. അത് അതുപോലെ തന്നെ അവിടെ കിടപ്പുമുണ്ട്. അതുപോലെ തന്നെ അവരുടെ അപ്പാർട്ട്മെന്റിൽ പണവും ഉണ്ടായിരുന്നു, ആഭരണവും ഉണ്ടായിരുന്നു. അതൊന്നും മോഷണം പോയിട്ടില്ല. അപ്പോൾ മോഷണമല്ല ഈ കൊലപാതകത്തിന് പിന്നിലെ കാരണം, അത് മറ്റെന്തോ ആണ്. അന്വേഷണത്തിന്റെ അടുത്ത പടിയിലേക്ക് പോലീസ് കടന്നു. അവർ ആ അപ്പാർട്ട്മെന്റിലുള്ള മറ്റ് താമസക്കാരുമായിട്ട് സംസാരിച്ചു. ആ അപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരും ഒന്നുപോലെ പറഞ്ഞ ഒരു കാര്യം ഇതാണ്: അവരാരും ഗൺഷോട്ടിന്റെ ശബ്ദം കേട്ടിട്ടില്ല. അതിന്റെ അർത്ഥം കൊലയാളി ഇവരെ കൊല്ലുവാനായിട്ട് ഉപയോഗിച്ച തോക്കിൽ സൈലൻസർ ഘടിപ്പിച്ചിരുന്നു എന്നാണ്. ഇവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. അമേരിക്കയിൽ നിങ്ങൾക്ക് പെട്ടിക്കടയിൽ പോയിട്ട് മുറുക്കാൻ വാങ്ങും പോലെ തോക്ക് വാങ്ങുവാനായിട്ട് കഴിയും. ഒരുമാതിരി എല്ലാവരുടെയും വീടുകളിൽ തോക്കുമുണ്ടായിരിക്കും. എന്നാൽ സൈലൻസർ അത്ര എളുപ്പം വാങ്ങുവാനായിട്ട് കഴിയില്ല. ഒന്നാമതേ സൈലൻസറിന് വളരെ വില കൂടുതലാണ്. രണ്ടാമതായിട്ട് സൈലൻസർ വാങ്ങണമെങ്കിൽ അതിന് ധാരാളം നിയമങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അടുക്കൽ തോക്കുണ്ടായിരിക്കും, പക്ഷേ സൈലൻസർ ഉണ്ടായിരിക്കില്ല. എന്നാൽ ഈ കേസിൽ സൈലൻസർ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് പോലീസ് ഒരു കാര്യം അനുമാനിച്ചു: ഇവരുടെ മരണത്തിന് പിന്നിൽ ഒരു ക്രിമിനൽ ഗ്യാങ്ങോ അതുപോലെ ഏതെങ്കിലും പവർഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനോ
അതുമല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് കില്ലറോ ഉൾപ്പെട്ടിരിക്കണം. ഒരു പക്ഷേ ഒരു പ്രൊഫഷണൽ ഹിറ്റ്മാനും ഈ കൊല ചെയ്തിരിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. 2 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അവർ ആരാണെന്ന് മനസ്സിലായി, പക്ഷേ കൊലയാളിയെ കിട്ടിയിട്ടുമില്ല. എന്നാൽ മോട്ടീവ് ഓഫ് മർഡർ എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഒരു പക്ഷേ കൊലയാളിയിലേക്ക് എത്തുവാനായിട്ട് കഴിയും. അതിനായിട്ട് പോലീസ് മോണിക്കയുടെയും കീത്തിൻ്റെയും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. മോണിക്കയുടെ പിതാവ് ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു സംശയമുണ്ടായി. മോണിക്കയുടെ പിതാവ് മൂലം ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ഏതെങ്കിലും കുറ്റവാളി ആയിരിക്കണം അയാളോട് പ്രതികാരം ചെയ്യുവാനായിട്ട് അയാളുടെ മകളെയും അതുപോലെ ഭാവി ഭർത്താവിനെയും കൊലപ്പെടുത്തിയത്. ഈ ഒരു സാധ്യത മുൻനിർത്തിയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. അതിന്റെ അടുത്ത ദിവസം ഫെബ്രുവരി 4-ാം തീയതി സമയം രാവിലെ 6 മണി തെരേസ ഇവാൻസ എന്നു പേരുള്ള ഒരു പോലീസ് ഓഫീസർ പതിവ് പോലെ ജോഗിങ്ങിന് പോവുകയാണ്. LAPD ഹാർബർ ഡിവിഷൻ സർജന്റ് ആണ് തെരേസ ഇവാൻസ്. ജോഗിങ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് അവർക്കൊരു ഫോൺ കോൾ വരികയാണ്. ഫോണിന്റെ മറുതലക്കിൽ ഉണ്ടായിരുന്നത് LAPD ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. അതായത് അവരുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെ. അവർക്ക് തെരേസയെ ഒരു കാര്യം അറിയിക്കാനുണ്ടായിരുന്നു. അതിതാണ്, ഇവിടെ അടുത്തുള്ള ഒരു വേസ്റ്റ് ബോക്സിൽ നിന്നും പോലീസിന് ചില സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം LAPDയുടെ വകയാണ്. LAPD എന്ന് പറഞ്ഞാൽ ലാസ് വേഗാസ് പോലീസ് ഡിപ്പാർട്ട്മെന്റ്. LAPD ഓഫീസർമാർ ധരിക്കുന്ന ഒരു യൂണിഫോം, ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്, ഏതാനും വെടിയുണ്ടകൾ, അതും കൂടാതെ ഏതാനും പേപ്പറുകളും അതോടൊപ്പം ഒരു ഡയറിയും അതിലുണ്ടായിരുന്നു. ആ ഡയറിയുടെ 2-ാമത്തെ പേജിൽ വളരെ വലിപ്പത്തിൽ നിങ്ങളുടെ പേരായിരുന്നു എഴുതിയിരുന്നത്, തെരേസ ഇവാൻസ്. എന്നാൽ 1-ാമത്തെ പേജിൽ മറ്റൊരു പേര് എഴുതിയിരുന്നു. അത് ആ ഡയറിയുടെ ഉടമയുടെ പേരാണ്. ആ പേരിതാണ്, ക്രിസ്റ്റഫർ ഡോണർ. ഈ ക്രിസ്റ്റഫർ ഡോണർ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്. പോലീസ് ഓഫീസർമാർ ക്രിസ്റ്റഫർ ഡോണർ എന്ന പേര് പറഞ്ഞതും തെരേസയുടെ സകല സമനിലയും തെറ്റി. അവർ ജോഗിങ് നിർത്തി സമീപത്തുള്ള ഒരു ചാരു ബെഞ്ചിൽ പോയിരുന്നു. ഒരു പടി കൂടി കടത്തി പറയുകയാണെങ്കിൽ തെരേസ ഇവാൻസ് ഭയന്നു വിറച്ചു. എങ്കിലും അവർ തന്നോട് ഫോണിൽ സംസാരിക്കുന്ന ആ പോലീസ് ഓഫീസറോട് ഈ ക്രിസ്റ്റഫർ ഡോണർ ആരാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. പിന്നെ അവിടെ വെച്ച് അന്നത്തെ ജോഗിങ് എല്ലാം മതിയാക്കി തിരികെ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തി വസ്ത്രം മാറി ഓഫീസിലേക്ക് പുറപ്പെട്ടു. ഓഫീസിലെത്തിയപ്പോഴാണ് തെരേസ ഇവാൻസ് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. തന്റെ സഹപ്രവർത്തകർ ഒരു കാര്യം ചർച്ച ചെയ്യുകയാണ്. ഇന്നലെ ഇർവിൻ സിറ്റിയിൽ നടന്ന ഇരട്ട കൊലയെക്കുറിച്ചായിരുന്നു അവരുടെ ചർച്ച. ആ ഓഫീസിൽ ഈ കേസ് ഇത്രയധികം ചർച്ചാ വിഷയമാകുവാനായിട്ടൊരു കാരണമുണ്ട്. കൊല്ലപ്പെട്ടത് ഒരു പോലീസുകാരന്റെ മകളാണ്. അവരുടെ എല്ലാവരുടെയും ആകുലത ഇതായിരുന്നു, പോലീസ് ജോലി എന്നാൽ എത്രമാത്രം അപകടം പിടിച്ച ഒന്നാണ്. ആ മനുഷ്യന് റിട്ടയർ ആയ ശേഷവും അപകടം അയാളെ വിടാതെ പിന്തുടരുന്നത് കണ്ടില്ലേ? അയാളെ മാത്രമല്ല, അയാളുടെ കുടുംബാംഗങ്ങളെയും അത് ബാധിച്ചിരിക്കുന്നു. അവരുടെ ഈ സംഭാഷണം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് തെരേസയ്ക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലായത്. കൊല്ലപ്പെട്ട മോണിക്കയുടെ പിതാവിന്റെ പേര് റാണ്ടൽ ക്വാൻ എന്നാണ്. അയാൾ ഒരു മുൻ LAPD ക്യാപ്റ്റനാണ്. ആ പേര് കേട്ട ഉടനെ തെരേസയുടെ മനസ്സിലേക്ക് ഓടി വന്ന മറ്റൊരു പേരിതായിരുന്നു, ക്രിസ്റ്റഫർ ഡോണർ. ഇനി നമുക്കല്പം ഫ്ലാഷ് ബാക്കിലേക്ക് പോകേണ്ടതുണ്ട്. ഏകദേശം ഒരു 6 വർഷം ഫ്ലാഷ് ബാക്കിലേക്ക്. യഥാർത്ഥത്തിൽ അവിടെ നിന്നുമാണ് ഈ കഥയുടെ ആരംഭം. 2007 LAPDയിൽ ക്രിസ്റ്റഫർ ഡോണർ ഒരു ട്രെയിനി ആയിട്ട് ചേർന്നത്. ക്രിസ്റ്റഫർ ഒരു ബ്ലാക്ക് ആണ്. നമ്മൾ ഈ നീഗ്രോസ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു വംശത്തിൽപ്പെടുന്നയാള്. അതുതന്നെയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നവും. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ചേർന്ന ഉടൻ തന്നെ അയാൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു. പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യേണ്ട ആൾക്കാരാണ്. അതും യാതൊരു വകതിരിവും വർണ്ണവിവേചനവും കൂടാതെ. എന്നാൽ ക്രിസ്റ്റഫർ ഡോണർ LAPDയിൽ കണ്ടത് മറ്റൊന്നായിരുന്നു. അവിടെയുള്ള വെള്ളക്കാരായ ഉദ്യോഗസ്ഥർ ബ്ലാക്സിനെ അവഗണിച്ചിരുന്നു. അവരെ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ചെറിയ ട്രാഫിക് നിയമം ഒരാൾ ലംഘിച്ചു എന്ന് കരുതുക. ആ ലംഘിച്ച വ്യക്തി ഒരു ബ്ലാക്സ് ആണെന്ന് വിചാരിക്കുക. LAPD ഡിപ്പാർട്ട്മെന്റ് അയാൾക്കെതിരെ മാരകമായിട്ടുള്ള കുറ്റം ചുമത്തും. മാത്രവുമല്ല, ഒരു പടി കൂടി കടന്ന് അയാളെ ആക്രമിക്കുക വരെ ചെയ്യും. അതേ സമയത്ത് ആ വാഹനം ഓടിച്ചത്, ആ നിയമം ലംഘിച്ചത് ഒരു വെള്ളക്കാരനാണെങ്കിൽ അയാൾക്കെതിരെ അത്രയധികം കുറ്റമൊന്നും ചുമത്തില്ല. മാത്രവുമല്ല, ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്യില്ല. അമേരിക്കയെ സംബന്ധിച്ച് ഇത് പുതിയതായിട്ടുള്ള കാര്യമൊന്നുമല്ല. വർണ്ണവിവേചനത്തിന് പേര് കേട്ട നാടാണത്. അതിന് ഉദാഹരണമാണ് റോട്നി കിങ്ങിന്റെ കഥ. 1991 മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന കുറ്റത്തിന് റോട്നി കിങ് എന്നു പേരുള്ള ഒരു ബ്ലാക്കിനെ LAPD ഡിപ്പാർട്ട്മെന്റ് പിടികൂടി. അയാൾ ചെയ്തത് തെറ്റാണ്, നമ്മൾ അതിനെ ന്യായീകരിക്കുമല്ല. പക്ഷെ ആ തെറ്റിന് ശിക്ഷിക്കുവാനായിട്ട് നിയമവശങ്ങളുണ്ട്. എന്നാൽ LAPD ഡിപ്പാർട്ട്മെന്റ് അയാളോട് ചെയ്തത് മറ്റൊന്നായിരുന്നു. അവർ റോട്നി കിങ്ങിനെ മാരകമായിട്ടും മർദ്ദിച്ചു. ആ മർദ്ദനത്തിന്റെ തീവ്രത വളരെ വലുതായിരുന്നു. റോട്നി കിങ്ങിന്റെ വാരിയെല്ലുകൾ ഒടിഞ്ഞു, തലയ്ക്ക് മാരകമായ പരിക്ക് പറ്റി, അതുമൂലം ബ്രെയിൻ ഡാമേജും ഉണ്ടായി. എന്നാൽ റോട്നി കിങ്ങിന്റെ ഭാഗ്യത്തിന് അയാളെ പോലീസ് മർദ്ദിക്കുന്നത് മറ്റൊരാൾ വീഡിയോ ടേപ്പിൽ പകർത്തുന്നുണ്ടായിരുന്നു. ഇത് വളരെ ശക്തമായിട്ടുള്ള തെളിവാണ്. ഈ തെളിവും വെച്ചുകൊണ്ട് കോടതിയിൽ വാദം ആരംഭിച്ചു. എന്നാൽ കോടതിയിൽ ഇരിക്കുന്നത് ആരാണ്?
വെള്ളക്കാരായിട്ടുള്ള ജഡ്ജിമാരാണ്. പകല് പോലെ തെളിവുണ്ടായിട്ടും റോഡ്നി കിങ്ങിനെ മർദ്ദിച്ച പോലീസുകാരെ അവർ വെറുതെ വിട്ടു. ഇത് അമേരിക്കയിലെ ബ്ലാക്സിനിടയിൽ വലിയ അമർഷത്തിന് കാരണമായി. അവർ തെരുവിലിറങ്ങി സമരം ആരംഭിച്ചു. ഇത് 91 നടന്ന സംഭവമാണ്. എന്നാൽ അവരുടെ സമരവും പ്രക്ഷോഭവും ഒന്നും യാതൊരു ഫലവും കണ്ടില്ല. മെല്ലെ മെല്ലെ അത് കെട്ടടങ്ങി. എന്നാൽ അതുകൊണ്ടും ഈ വർണ്ണവിവേചനം അവസാനിച്ചില്ല. അത് വീണ്ടും തുറന്നുകൊണ്ടേയിരുന്നു. വർണ്ണവിവേചനത്തിന്റെ ആ തുടർച്ചയായിരുന്നു ക്രിസ്റ്റഫർ ഡോണറും കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ അയാൾക്കത് സഹിക്കുവാനായിട്ട് കഴിയുന്നതിന്റെയും അപ്പുറമായിരുന്നു. അതുകൊണ്ട് ക്രിസ്റ്റഫർ ഒരു കാര്യം ചെയ്തു. ഒരു ട്രെയിനി ആയിരുന്നിട്ട് കൂടിയും തന്റെ മേലധികാരികൾക്കെതിരായിട്ട് അയാൾ ഒരു കേസ് ഫയൽ ചെയ്തു. ക്രിസ്റ്റഫർ ഡോണർ ഒരു ട്രെയിനി ആയിട്ടാണല്ലോ LAPD കയറിയത്. ട്രെയിനി ആകുമ്പോൾ ഒരു ട്രെയിനർ ഉണ്ടായിരിക്കണം. അയാളുടെ അന്നത്തെ ട്രെയിനറായിരുന്നു തെരേസ ഇവാൻസ്. ഇതേ തെരേസ ഇവാൻസിനെതിരായിട്ടാണ് അയാൾ പരാതി ഉന്നയിച്ചത്. ആ പരാതിയിൽ അയാൾ ഉന്നയിച്ച പ്രധാന വിഷയം ഇതായിരുന്നു: തെരേസ ഇവാൻസ് സ്കിസോഫ്രീനിയ ബാധിച്ച ഒരു ബ്ലാക്കിനെ നിലത്തിട്ട് മുഖത്ത് ചവിട്ടുന്നത് താൻ കണ്ടു. അവർക്കെതിരെ നടപടിയെടുക്കണം. LAPDയിലെ മേലധികാരികൾ ഈ പരാതി പരിഗണിച്ചു പോലുമില്ല. അതോടെ ക്രിസ്റ്റഫർ നേരെ കോടതിയിലേക്ക് പോയി. കോടതിയിലെ സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. കോടതിയുടെ വിധി ഇതായിരുന്നു: ക്രിസ്റ്റഫറിന് തന്റെ ട്രെയിനിയായ തെരേസയെ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അവർക്കെതിരെ അയാൾ ഇങ്ങനെ ഒരു പരാതി നൽകിയത്. ഇതിൽ ആരോപിക്കപ്പെട്ട ക്രൈം തെളിയിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തെരേസ ഇവാൻസിനെ വെറുതെ വിടുന്നു. കോടതിയുടെ ഈ വിധി അയാൾക്ക് വലിയൊരു ഷോക്കായിരുന്നു. അതുകൊണ്ടും കാര്യങ്ങൾ അവസാനിച്ചില്ല. LAPDയിൽ നിന്നും ക്രിസ്റ്റഫറിനെ എന്നേക്കുമായിട്ട് അവർ ടെർമിനേറ്റ് ചെയ്തു. ഇനി അയാൾക്ക് അവിടെ ജോലിയില്ല. ആ സമയത്ത് ക്രിസ്റ്റഫറിന് വേണ്ടി കോടതിയിൽ വാദിച്ച വക്കീലായിരുന്നു റാണ്ടൽ ക്വാൻ. ഇദ്ദേഹം ഒരു LAPD ക്യാപ്റ്റൻ മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു അറ്റോർണി കൂടിയായിരുന്നു. എന്നാൽ അയാൾക്ക് വേണ്ടി വാദിക്കേണ്ടതിന് പകരം പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അനുകൂലമായിട്ടാണ് റാണ്ടൽ ക്വാൻ വാദിച്ചത്. അയാൾ ഈ കേസ് അട്ടിമറിച്ചുവെന്ന് പറയാം. അങ്ങനെയാണ് കേസിൽ ക്രിസ്റ്റഫർ തോറ്റതും ഇത് അയാൾക്ക് മനസ്സിലാവുകയും ചെയ്തു. കേസിൽ വിജയിച്ചുവെങ്കിലും തെരേസയുടെ മനസ്സിൽ ക്രിസ്റ്റഫറിനോടുള്ള ഭയം വിട്ടുപോയിരുന്നില്ല. അയാളുടെ പേര് കേൾക്കുമ്പോൾ വരെ അവർ ഭയപ്പെട്ടു. പിന്നീട് വന്ന 6 മാസക്കാലം തെരേസ പുറത്തിറങ്ങിയത് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും ധരിച്ചുകൊണ്ടാണ്. പിന്നീട് ക്രിസ്റ്റഫറിനെ കുറിച്ച് യാതൊരു അറിവുമില്ലാതെയായി. ഇതെല്ലാം കെട്ടടങ്ങിപ്പോയെന്നാണ് തെരേസയും വിചാരിച്ചത്. എന്നാൽ 6 വർഷത്തിനു ശേഷം അയാളുടെ പേര് വീണ്ടും ഉയർന്നു വരികയാണ്. അതും തന്നെ ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. ഒരു ഗോസ്റ്റിനെ പോലെ പ്രതികാരത്തിന് വേണ്ടിയിട്ട് അയാൾ കാത്തിരിക്കുകയായിരുന്നുവെന്ന് തെരേസയ്ക്ക് മനസ്സിലായി. അവൾ വേഗം LAPDയിലെ മേലുദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്റ്റഫറിനെ കുറിച്ച് തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. തെരേസ അവർക്ക് കൊടുത്ത ഈ ഇൻഫർമേഷൻ വളരെ ഉപയോഗപ്രദമായിരുന്നു. അത് വെച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അതിൽ നിന്നും മനസ്സിലായ കാര്യം ഇതാണ്: ഡോണറുടെ ലൈസൻസ്ഡ് പിസ്റ്റലിൽ നിന്നും പുറപ്പെട്ട ബുള്ളറ്റും മോണിക്കയുടെയും കീത്തിന്റെയും ദേഹത്തു നിന്നും എടുത്ത ബുള്ളറ്റും ഒന്നാണ്. അതിന്റെ അടുത്ത ദിവസം പോലീസ് ക്രിസ്റ്റഫർ ഡോണറുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പരിശോധിച്ചു. അപ്പോൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ഇൻഫർമേഷൻ കൂടി അവർക്ക് കിട്ടി. തന്റെ ഫേസ്ബുക്ക് പേജിൽ ക്രിസ്റ്റഫർ ഡോണർ ഏകദേശം 21 പേജോളം വരുന്ന ഏതാനും പോസ്റ്റുകൾ ഇട്ടിരുന്നു. ആ പോസ്റ്റുകളിലെ ഉള്ളടക്കം ഇതായിരുന്നു: LAPD എന്നറിയപ്പെടുന്ന ഈ ഡിപ്പാർട്ട്മെന്റ് അഴിമതി നിറഞ്ഞതാണ്. എല്ലാം കറപ്റ്റഡ് ആണ്. അവർ വെള്ളക്കാർക്ക് പ്രാമുഖ്യം കൊടുക്കുന്നു, കറുത്ത വർഗ്ഗക്കാരെ അവഗണിക്കുന്നു, മനസാക്ഷിക്ക് നിരക്കാത്ത രീതിയിൽ, മനുഷ്യൻ മനുഷ്യനോട് ചെയ്യരുതാത്ത രീതിയിൽ അവരെ തേജോവധം ചെയ്യുന്നു. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു: ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റിനെ തകർക്കുവാനായിട്ട് പോവുകയാണ്, അതും തുണ്ടു തുണ്ടായിട്ട്. എന്നെ സംബന്ധിച്ച് ഈ ഡിപ്പാർട്ട്മെന്റിലുള്ള മുഴുവൻ ആൾക്കാരും കൊല്ലപ്പെടുവാനായിട്ട് യോഗ്യരാണ്. തെറ്റുകൾ ചെയ്യുന്നവർ മാത്രമല്ല കൊല്ലപ്പെടേണ്ടത്, മറിച്ച് ആ തെറ്റ് കണ്ടിട്ടും അതിനെ എതിർക്കാതെ വായി മൂടി നിൽക്കുന്നവരും ആ തെറ്റിൽ പങ്കാളികളാണ്. അവരും മരണശിക്ഷയ്ക്ക് അർഹരാണ്. അതുകൊണ്ട് പോലീസുകാരുടെ ജീവൻ എടുക്കുന്നതിനെ കുറിച്ച് ഞാൻ ഖേദിക്കുന്നില്ല. ഈ പോസ്റ്റിൽ ഞാനൊരു 40 പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അവരെ മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങളെയും കൊല ചെയ്യുവാനായിട്ട് പോവുകയാണ്. എനിക്ക് എതിരായിട്ട് ആര് വരുന്നുവോ അവർ എല്ലാവരും കൊല്ലപ്പെടും. ഈ കൊലപാതക പരമ്പര അവസാനിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ഒരേ ഒരു കാര്യം: LAPD ഡിപ്പാർട്ട്മെന്റ് മുൻപോട്ട് വന്ന് തങ്ങൾ ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റു പറയണം. ക്രിസ്റ്റഫർ നുണ പറഞ്ഞതല്ല എന്നവർ പരസ്യമായിട്ട് പറയണം. ഡിപ്പാർട്ട്മെന്റ് സ്വമേധയാ മുൻപോട്ട് വന്ന് മീഡിയയ്ക്ക് മുൻപിൽ ഈ കാര്യങ്ങൾ ഏറ്റു പറയാത്തിടത്തോളം കാലം മരണം ഇനിയും സംഭവിക്കും. ഈ ലിസ്റ്റിലുള്ള 40 പേരെയും ഞാൻ കൊന്നൊടുക്കും. അതിൽ നിന്നും എന്നെ തടയുവാനായിട്ട് ആർക്കും കഴിയില്ല. ഇതായിരുന്നു ആ പോസ്റ്റിന്റെ ഉള്ളടക്കം. അതിന്റെ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി അയാൾ കുറിച്ചിരുന്നു: എന്റെ ജീവനെക്കുറിച്ച് എനിക്ക് യാതൊരു ഭയവുമില്ല. അതില്ലാതാകുന്നതോർത്ത് ഞാൻ ഖേദിക്കുന്നുമില്ല. സത്യം പുറത്തു വരണം. അതാണ് എൻ്റെ ആവശ്യം. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ച LAPD ഞെട്ടിപ്പോയി. അവർ വേഗം തന്നെ ആ പോസ്റ്റിലുള്ള 40 പേർക്കും അവരെ കൂടാതെ അവരുടെ കുടുംബത്തിലെ അംഗങ്ങൾക്കും വലിയ പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തി. കഥ ഈ ഘട്ടത്തിലെത്തുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായേക്കാം: ക്രിസ്റ്റഫർ ഒരു ട്രെയിനിയാണ്. ഇതുവരെയും പോലീസ് പോലും ആയിട്ടില്ല. 6 വർഷങ്ങൾക്ക് മുൻപ് വെറും ഒരു ട്രെയിനിയെ കണ്ട് അവരുടെ ട്രെയിനറായ തെരേസ എന്തുകൊണ്ടാണ് ഭയപ്പെട്ടത്? എന്തുകൊണ്ടാണ് സദാസമയത്തും അവർ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചത്? പിന്നീട് 6 വർഷങ്ങൾക്ക് ശേഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് എൻ്റയർ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഭയന്നു വിറയ്ക്കുവാനുള്ള കാരണം എന്താണ്? അയാൾ പറഞ്ഞ ലിസ്റ്റിലുള്ള 40 പേർക്കും അവരുടെ ഫാമിലിക്കും
പോലീസ് ഇത്രയും കർക്കശമായിട്ടുള്ള സുരക്ഷ ഏർപ്പെടുത്തുവാനുള്ള കാരണം എന്താണ്? അതിന് ഒരു ഉത്തരമേയുള്ളൂ. ക്രിസ്റ്റഫർ ഡോണർ മറ്റുള്ളവരെ പോലെ ഒരു സാധാരണ ട്രെയിനി ആയിരുന്നില്ല. അയാൾക്ക് മറ്റൊരു മുഖമുണ്ടായിരുന്നു, മറ്റൊരു ഭൂതകാലമുണ്ടായിരുന്നു. പോലീസിലേക്ക് വരും മുൻപ് അയാൾ മിലിറ്ററിയിൽ ജോലി ചെയ്തിരുന്നു. ഒരു സാധാരണ മിലിറ്ററി ഓഫീസർ ആയിരുന്നില്ല അയാൾ, ഒരു സ്നൈപ്പർ ആയിരുന്നു. കടുകിടെ തെറ്റാതെ കുറിക്ക് നോക്കി വെടിവെക്കുവാനായിട്ട് കഴിവുള്ള ഒരാൾ. അതിനുശേഷമാണ് അയാൾ പോലീസിലേക്ക് വന്നത്. അപ്പോഴാണ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ നടക്കുന്ന ഈ വർണ്ണ വിവേചനം അയാൾ നേരിൽ കണ്ട് മനസ്സിലാക്കിയത്. ഒരു പട്ടാളക്കാരനായതുകൊണ്ട് ധൈര്യത്തിന് യാതൊരു കുറവും വരില്ല. ആ ധൈര്യം ഉള്ളതുകൊണ്ടാണ് അയാൾ ഇതിനെ ചോദ്യം ചെയ്തത്. പക്ഷെ നിയമം അയാൾക്ക് പ്രതികൂലമായിരുന്നു. ഇത്രയുമാണ് ക്രിസ്റ്റഫർ ഡോണറിന്റെ ഫ്ലാഷ് ബാക്ക്. അതുകൊണ്ടാണ് അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതും LAPD ഡിപ്പാർട്ട്മെന്റ് ഒന്നടങ്കം ഭയപ്പെട്ടത്. അവരുടെ ഈ ഭയം അതായിരുന്നു അയാൾക്ക് വേണ്ടത്. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അയാൾ ഒരു 40 പേരുടെ പേര് കൊടുത്തിരുന്നല്ലോ. ആ 40 പേർ മാത്രമായിരുന്നില്ല അയാളുടെ ലക്ഷ്യം. യഥാർത്ഥത്തിൽ അയാളുടെ മനസ്സിൽ അവരെ ഒന്നും ചെയ്യണമെന്നില്ലായിരുന്നു. അയാളുടെ ലക്ഷ്യം എൻ്റയർ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. പിന്നെ എന്തിനാണ് മോണിക്ക ക്വാനിനെയും കീത്ത് ലോറൻസിനെയും കൊലപ്പെടുത്തിയിട്ട് ഫേസ്ബുക്കിൽ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടത്? അതിനൊരു കാരണമുണ്ട്. ക്രിസ്റ്റഫറിന്റെ യഥാർത്ഥ ശത്രു ആരാണ്? റാണ്ടൽ ക്വാൻ ആണ്. എന്നാൽ അയാളെ കൊല്ലുന്നതിന് പകരം ഇവൻ ചെയ്തത് എന്താണ്? റാണ്ടൽ ക്വാന്റെ മകളെയും മരുമകനെയും കൊലപ്പെടുത്തി. അതിനുശേഷമാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. ഈ ഒരു പ്രവൃത്തി മൂലം അയാൾ ഉദ്ദേശിച്ച കാര്യം നടന്നു. ഇപ്പോൾ റാണ്ടൽ ക്വാനെ മാത്രമാണ് ക്രിസ്റ്റഫർ കൊലപ്പെടുത്തിയത് എങ്കിൽ പോലീസ് എന്തായിരിക്കും ചെയ്തിരിക്കുക? ആ ലിസ്റ്റിലുള്ള 40 പേർക്ക് മാത്രം അവർ സെക്യൂരിറ്റി കൊടുക്കും. അവരുടെ ഫാമിലി മെമ്പേഴ്സിന് അതിന്റെ ആവശ്യമില്ല. എന്നാൽ റാണ്ടൽ ക്വാന്റെ മകളെയും മരുമകനെയും കൊന്നതുമൂലം കഥയാകെ മാറി. ലിസ്റ്റിലുള്ള ആ 40 പേർക്കും മാത്രമല്ല, അവരുടെ ഫാമിലിയെ സംരക്ഷിക്കേണ്ട ചുമതലയായി പോലീസിന്. അതിനായിട്ട് അവർക്ക് LAPDയുടെ പകുതി ഫോഴ്സിനെ ഉപയോഗിക്കേണ്ടി വന്നു. അയാൾക്ക് വേണ്ടതും അതുതന്നെയായിരുന്നു. ഇനി ഡോണർക്ക് സ്വതന്ത്രമായിട്ട് തന്റെ പദ്ധതി ആസൂത്രണം ചെയ്യാം. പടിപടിയായിട്ട് ഓരോരുത്തരെയായിട്ട് കൊന്നൊടുക്കാം. അതൊരിക്കലും ഈ ലിസ്റ്റിലുള്ള 40 പേർ ആയിരിക്കില്ല. ഫെബ്രുവരി 6-ാം തീയതി ആയപ്പോഴേക്കും ഈ കാര്യങ്ങളെല്ലാം മീഡിയ മണത്തറിഞ്ഞു. അതോടെ ഇത് വലിയൊരു ചർച്ചാ വിഷയമായിട്ട് മാറി. TV-യിലും പത്രത്തിലും അതുപോലെ റോഡ് സൈഡിലുള്ള സ്ക്രീനുകളിലും അയാളുടെ മുഖം പബ്ലിക്കായിട്ട് കാണിക്കുവാൻ തുടങ്ങി. അതിന്റെ അടുത്ത ദിവസം ഫെബ്രുവരി 7-ാം തീയതി കൊറോണ എന്ന സ്ഥലത്തുള്ള ഒരു പെട്രോൾ പമ്പിൽ ക്രിസ്റ്റഫർ എത്തുകയാണ്. അയാൾ തന്റെ കാറിൽ പെട്രോൾ നിറയ്ക്കുന്നത് മറ്റൊരു മനുഷ്യൻ കണ്ടു. അയാൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസിന് വിവരം അറിയിച്ചു. വേഗം തന്നെ കൺട്രോൾ റൂമിൽ നിന്നും ഒരു സന്ദേശം ആ പ്രദേശത്ത് റോഡ് ചുറ്റുന്ന ഹൈവേ പെട്രോളിംഗ് പോലീസിന് എത്തുകയാണ്. ക്രിസ്റ്റഫർ ഡോണർ ഇന്ന സ്ഥലത്തുള്ള ഇന്ന പെട്രോൾ പമ്പിലുണ്ട്, എത്രയും വേഗം അയാളെ പിടികൂടുക. പോലീസ് ഉടനടി അവിടെ എത്തി. പോലീസിനെ കണ്ടതും ക്രിസ്റ്റഫർ തന്റെ കാറും എടുത്ത് പാഞ്ഞു. തൊട്ടു പിന്നാലെ പോലീസും. ഇരുവരും തമ്മിൽ ഹൈവേയിലൂടെ ഒരു ചേസിംഗ് നടക്കുകയാണ്. കുറെ ദൂരം മുൻപോട്ട് ഓടിയ ശേഷം ക്രിസ്റ്റഫർ പെട്ടെന്ന് കാർ നിർത്തി. പിന്നാലെ വന്ന പോലീസും കാർ നിർത്തി. അവർ കാറിൽ നിന്നും ഇറങ്ങി അയാളോട് പുറത്തേക്ക് വരുവാനായിട്ട് ആവശ്യപ്പെട്ടു. പക്ഷേ അതിന് മറുപടിയായിട്ട് വന്നത് വെടിയുണ്ടകളായിരുന്നു. ആ പോലീസുകാരുടെ കൈവശം വെറും പിസ്റ്റളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ക്രിസ്റ്റഫറിന്റെ കയ്യിലാകട്ടെ സെമി ഓട്ടോമാറ്റിക് മെഷീൻ ഗണ്ണായിരുന്നു. തുടരെ വെടിപൊട്ടി. ആ പോലീസ് കാറിൽ നിന്നും കണ്ടെടുക്കപ്പെട്ടത് 29 ബുള്ളറ്റുകളായിരുന്നു. ഈ വെടിവയ്പിൽ ഒരു പോലീസുകാരൻ അവിടെ തന്നെ മരിച്ചു വീണു. കാരണം അയാളുടെ തലയിലൂടെയായിരുന്നു ബുള്ളറ്റ് കയറിപ്പോയത്. രണ്ടാമത്തെ പോലീസ്മാൻ ആവട്ടെ ആശുപത്രിയിൽ വെച്ച് മരിച്ചു. ആ 2 പോലീസുകാരെയും വെടിവെച്ച് കൊന്ന ശേഷം അയാൾ കാറുമെടുത്ത് മുൻപോട്ട് നീങ്ങി. ഈ ആക്രമണം നടത്തി വെറും അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ക്രിസ്റ്റഫർ വീണ്ടും ആഞ്ഞടിച്ചു. അയാൾ പോകുന്ന വഴിക്ക് ഹൈവേയുടെ സമീപത്തായിട്ടൊരു പോലീസ് കാർ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. അതൊരു ഹൈവേ പെട്രോളിംഗ് ടീമായിരുന്നു. റോഡിന്റെ സമീപത്തായിട്ട് കാർ ഒതുക്കിയിട്ട് അതിന്റെ ഉള്ളിൽ വിശ്രമിക്കുകയായിരുന്നു അവർ. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ക്രിസ്റ്റഫർ ആ കാറിന് നേർക്കും വെടിവെച്ചു. ഡോണർ വരുന്നത് ആ പോലീസുകാർ അറിഞ്ഞിരുന്നു പോലുമില്ല. ഈ വെടിവയ്പിലും ഒരു പോലീസുകാരൻ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. മറ്റൊരു പോലീസുകാരനാവട്ടെ ഗുരുതരമായിട്ടുള്ള പരിക്കുകളോടെ ആശുപത്രിയിലുമായി. മേൽ പറഞ്ഞ 2 ഇൻസിഡന്റ് പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. സമയത്തിന്റെ ആനുകൂല്യം എന്നൊരു സംഗതിയുണ്ട്. അത് ഈ 2 കേസിലും ഉണ്ടായിട്ടില്ല. കുറച്ചുകൂടി ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഇംഗ്ലീഷ് പടങ്ങളിലെ കണ്ടിട്ടില്ലേ, ഒരു കുറ്റവാളിയുടെ കാറ് പോലീസ് വളയും, എന്നിട്ട് തോക്കും ചൂണ്ടിയിട്ട് അയാളോട് പുറത്തേക്ക് ഇറങ്ങി വരുവാനായിട്ട് ആവശ്യപ്പെടും. കുറ്റവാളി അതിന് തയ്യാറാകാതെ വരികയോ അല്ലെങ്കിൽ പോലീസിന് നേർക്ക് ആക്രമണം അഴിച്ചുവിടുകയോ ചെയ്താൽ മാത്രമാണ് പോലീസ് വെടിവെക്കൂ. ഇതിനിടയിൽ ഒരു സമയമുണ്ട്. അതിന്റെ ആനുകൂല്യം 2 കൂട്ടർക്കുമുണ്ട്. എന്നാൽ ക്രിസ്റ്റഫർ ഡോണറിന്റെ ആക്രമണത്തിന് ഈ ആനുകൂല്യമേ ഇല്ലായിരുന്നു. അയാൾ വരുന്നതും പോകുന്നതും അറിയില്ല. പോലീസിന്റെ വാഹനം കണ്ടാൽ അതിന് നേർക്ക് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വെടിവെക്കും. മാത്രവുമല്ല ആക്രമണം തുടങ്ങി വയ്ക്കുന്നതും അയാളായിരിക്കും. ഈ സമയത്തിന്റെ ആനുകൂല്യമാണ് ഇല്ലാതായത്. ഇവിടെ നിസ്സഹായരായത് പോലീസാണ്. ഇതോടെ എല്ലാ പോലീസുകാരുടെയും മനസ്സിലേക്ക് അയാൾ ഫേസ്ബുക്കിൽ കുറിച്ചിട്ട ആ വാക്കുകൾ വീണ്ടും കടന്നു വന്നു. അയാളുടെ പോസ്റ്റിലെ ഒരു സെന്റൻസ് ഇതായിരുന്നു: എന്നെ സംബന്ധിച്ച് എല്ലാ പോലീസുകാരും കുറ്റവാളികളാണ്. തെറ്റ് ചെയ്യുന്നവൻ മാത്രമല്ല കുറ്റവാളി, ആ തെറ്റ് കണ്ടിട്ടും അതിനോട് പ്രതികരിക്കാതെ പോകുന്നവനും കുറ്റവാളിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു പോലീസുകാരനാണോ, നിങ്ങൾ മരണത്തിന് അർഹനാണ്. ഈ വാചകം എല്ലാ പോലീസുകാരുടെയും തലയിലൂടെ വീണ്ടും കടന്നുപോയി.
അവരെല്ലാവരും ഒന്നുപോലെ ഭയപ്പെടുവാൻ ആരംഭിച്ചു. ഈ 2 വെടിവയ്പും നടന്നത് ഫെബ്രുവരി 7-ാം തീയതി രാത്രി 2 മണിക്ക് മുൻപായിരുന്നു. വേഗം തന്നെ വയർലെസ് മുഖാന്തരം എല്ലാ പോലീസുകാർക്കും ഈ ഇൻഫർമേഷൻ എത്തുകയാണ്. ഇതോടെ അന്ന് രാത്രിയിൽ ഹൈവേയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ആകെ അങ്കലാപ്പിലായി. അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. അതുകൊണ്ട് അവർ ഒരു കാര്യം തീരുമാനിച്ചു. ക്രിസ്റ്റഫർ എന്താണോ ചെയ്യുന്നത് അത് തന്നെ തിരിച്ചും ചെയ്യുക. ഇതേ തുടർന്ന് നിരവധി അനിഷ്ട സംഭവങ്ങളുണ്ടായി. ക്രിസ്റ്റഫറിന്റെ കാറ് പോലെയുള്ള ഏതെങ്കിലും ഒരു കാറ് കണ്ടാൽ മതി, യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പോലീസ് അതിനു നേർക്ക് വെടിവെക്കുവാൻ തുടങ്ങി. സത്യത്തിൽ ക്രിസ്റ്റഫറിന്റെ പ്ലാനിന്റെ മറ്റൊരു ഭാഗമായിരുന്നു മുന്നറിയിപ്പില്ലാതെയുള്ള ഈ ആക്രമണം. ഒരു സൈക്കോളജിക്കൽ വാർ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. പോലീസുകാരെ എത്രത്തോളം ഭയപ്പെടുത്തുവാനായിട്ട് കഴിയുമോ അത്രത്തോളം ഭയപ്പെടുത്തുക. അയാൾ അതിൽ വിജയിച്ചു എന്ന് പറയേണ്ടിയിരിക്കണം. രണ്ടാമത്തെ വെടിവയ്പ് നടന്ന് ഏകദേശം 3-3.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മറ്റൊരു സംഭവമുണ്ടായി. ടൊറാൻ എന്ന സിറ്റിയിൽ പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരുന്ന പോലീസ് ടീം രാവിലെ 5-5:30 ഒരു കാഴ്ച കണ്ടു. അവർക്ക് നേർക്ക് ക്രിസ്റ്റഫറിന്റെ പോലെയുള്ള ഒരു കാർ വരുന്നു. ഉടൻ തന്നെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അവർ അതിന് നേർക്ക് വെടിവെച്ചു. സത്യത്തിൽ ആ കാർ ക്രിസ്റ്റഫറിന്റെ ആയിരുന്നില്ല. അതിലുണ്ടായിരുന്നത് പ്രായമുള്ള ഒരു സ്ത്രീയും അവരുടെ മകളുമായിരുന്നു. ഈ വെടിവയ്പിൽ ആ വൃദ്ധയുടെ കോളർ ബോണിലും അതുപോലെ കൈകളിലും വെടിയുണ്ട കയറി. അവർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കും പറ്റി. സത്യത്തിൽ പോലീസ് വിചാരിച്ചത് ഇങ്ങനെയാണ്: സമയം രാവിലെ 5:30 ആയതുകൊണ്ട് കാഴ്ച അത്ര വ്യക്തമല്ല. അവർക്ക് നേർക്ക് വരുന്ന കാർ ക്രിസ്റ്റഫറിന്റെ ആണെന്ന് അവർ തെറ്റിദ്ധരിച്ചു. അവൻ നമ്മളെ വെടിവെക്കും മുമ്പ് നമ്മൾ അവനെ വെടിവെക്കാമെന്ന് അവരും തീരുമാനിച്ചു. ഈ ഒരു സംഭവം മാത്രമല്ല അന്ന് രാത്രിയിൽ ഉണ്ടായത്. ആ പ്രദേശത്തെ ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങളിൽ സിവിലിയൻസിന് നേർക്ക് ഇതുപോലെയുള്ള 2-3 ആക്രമണം പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. അതിൽ നിന്നും അവർ എത്രയധികം ഭയപ്പെട്ടുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആക്രമണത്തിൽ പരിക്കേറ്റ 71 വയസ്സുള്ള ആ വൃദ്ധ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: പോലീസ് ആള് മാറി എന്നെ വെടിവെച്ചതിൽ എനിക്ക് യാതൊരു പരാതിയുമില്ല. അത് അവരുടെ തെറ്റുമല്ല, സാഹചര്യം അങ്ങനെയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ചില സമീപനങ്ങളാണ് എന്നെ വേദനിപ്പിച്ചത്. എന്നോടൊരു സോറി പോലും പറയുവാൻ അവർ തയ്യാറായില്ല. മാത്രവുമല്ല, അത്യാവശ്യമായിട്ട് വേണ്ട ഫസ്റ്റ് എയ്ഡും എനിക്ക് തന്നില്ല. പോലീസ് പൊതുജനങ്ങളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? അവരുടെ ഈ ചോദ്യം അത് ഹെഡ്ലൈനായിട്ട് വന്നു. ക്രിസ്റ്റഫർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയ വാക്കുകൾ വീണ്ടും ചർച്ചാ വിഷയമായി. അതിലൊരു ഭാഗത്ത് അയാൾ ഇങ്ങനെ എഴുതിയിരുന്നു: ഞാൻ മൂലം പരിക്കേറ്റ പോലീസുകാരെ നിങ്ങൾ രക്ഷിക്കുവാനായിട്ട് പോകരുത്, അവരെ മരിക്കുവാനായിട്ട് വിടുക. കാരണം നിങ്ങൾ പരിക്കേറ്റ് കിടന്നാൽ അവർ നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് വരില്ല. അക്ഷരാർത്ഥത്തിൽ ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത്. അമേരിക്കയിലെമ്പാടും ഇത് വൈറലായിട്ട് മാറുകയാണ്. അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാർക്കിടയിൽ ഈ സംഭവം ഒരു ചർച്ചാ വിഷയമായി. തങ്ങൾക്ക് വേണ്ടി പോരാടുന്ന, തങ്ങളുടെ മനുഷ്യാവകാശത്തെ സംരക്ഷിക്കുന്ന ക്രിസ്റ്റഫറിനെ അവർ ആരാധനയോടെ കണ്ടു. അതോടൊപ്പം ഈ സംഭവങ്ങൾ അവരിൽ വല്ലാത്ത ഭയവും ഉണ്ടാക്കി. ഭയത്തിന്റെ കാരണം ഇതായിരുന്നു: ഏതേലും പോലീസുകാരൻ താൻ ക്രിസ്റ്റഫർ ആണെന്ന് കരുതി തന്നെ വെടിവെച്ചാലോ? അങ്ങനെ ഉണ്ടാകാതിരിക്കുവാനായിട്ട് പല ബ്ലാക്സും ഒരു കാര്യം ചെയ്തു. അവർ അവരുടെ ടീഷർട്ടുകളിൽ ഒരു വാചകം അച്ചടിച്ചു. അതിങ്ങനെയായിരുന്നു: ഡോണ്ട് ഷൂട്ട് മീ, ഐ എം നോട്ട് ക്രിസ്റ്റഫർ. പിന്നെ ആ ടീഷർട്ടും ധരിച്ചുകൊണ്ടാണ് തെരുവിലിറങ്ങിയത്. ഇത് കാണുന്ന വെള്ളക്കാരായ പോലീസ് ഓഫീസർമാരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അവർ നാണം കെടുകയായിരുന്നു. ക്രിസ്റ്റഫർ ഡോണൽ സ്വതന്ത്രനായിട്ട് ജീവിക്കുന്നിടത്തോളം കാലം പോലീസിന് തലവേദനയാണ്. ഓരോ ദിവസം കഴിയും തോറും LAPDയുടെ മാനം അയാൾ കപ്പൽ കയറ്റുകയാണ്. അതുകൊണ്ട് പോലീസ് ഒരു കാര്യം തീരുമാനിച്ചു: ജീവനോടെയോ അല്ലാതെയോ ക്രിസ്റ്റഫറെ പിടികൂടുക. അതിനു വേണ്ടിയിട്ട് അരയും തലയും മുറുക്കി അവർ രംഗത്തിറങ്ങി. ഇതിനിടയിൽ വളരെ സന്തോഷകരമായൊരു വാർത്ത പോലീസിന് കിട്ടുകയാണ്. ബിഗ് ബിയർ സിറ്റി എന്നൊരു സിറ്റിയുണ്ട്. അതിന്റെ സമീപത്തുള്ള ഒരു ഹൈവേയിൽ നിന്നും ഒരു കാർ കത്തിയ നിലയിൽ പോലീസിന് കിട്ടി. ആ കാർ വേറെ ആരുടെയും ആയിരുന്നില്ല, ക്രിസ്റ്റഫറിന്റെ ആയിരുന്നു. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആ ഹൈവേ വഴിക്ക് പോകുമ്പോൾ ക്രിസ്റ്റഫറിന്റെ കാർ ബ്രേക്ക് ഡൗൺ ആയി. വണ്ടി ഇനി മുൻപോട്ട് പോകുവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് അയാൾ ഒരു കാര്യം ചെയ്തു: കാറിന്റെ ഉള്ളിൽ നിന്നും തനിക്ക് എടുക്കുവാൻ കഴിയുന്ന മുഴുവൻ ആയുധങ്ങളും എടുത്തു. അതിനുശേഷം കൈവശമുള്ള പെട്രോൾ ഒഴിച്ച് ആ കാർ കത്തിച്ചു. പോലീസിന്റെ നിഗമനത്തിൽ ബിഗ് ബിയർ സിറ്റിക്കുള്ളിൽ എവിടെയോ ക്രിസ്റ്റഫർ ഉണ്ട്. നല്ല ഭാരമുള്ള ആയുധങ്ങൾ കൈവശമുള്ളതുകൊണ്ട് അയാൾക്ക് അധിക ദൂരമൊന്നും പോകുവാനായിട്ട് കഴിയില്ല. ഈ സിറ്റി കംപ്ലീറ്റ് വളഞ്ഞാൽ അയാളെ പിടികൂടുവാനായിട്ട് കഴിയുമെന്ന് അവർക്ക് മനസ്സിലായി. LAPD ഡിപ്പാർട്ട്മെന്റ് ഒരു കാര്യം ചെയ്തു: അവരുടെ മുഴുവൻ ഫോഴ്സിനെയും ഈ സിറ്റിയിലേക്ക് ഇറക്കി. സിറ്റി 3 ദിവസത്തേക്ക് ഷട്ട് ഡൗൺ ചെയ്തു. ആ 3 ദിവസത്തേക്ക് അവിടെ റെസ്റ്റോറൻറ്റുകളോ സ്കൂളുകളോ അങ്ങനെ തുടങ്ങി യാതൊരു സ്ഥാപനവും തുറന്നില്ല. ജനങ്ങളെല്ലാം അവരവരുടെ വീടുകളിൽ തന്നെ ഇരുന്നു. ഇങ്ങനെ ഒരു പ്ലാൻ അവർ എക്സിക്യൂട്ട് ചെയ്യുവാനായിട്ടൊരു കാരണമുണ്ട്. ഇപ്പോൾ ആ സിറ്റി ശൂന്യമാണ്, ആൾപ്പാർപ്പില്ലാത്ത അവസ്ഥയാണ്. അങ്ങനെയുള്ള സ്ഥലത്തു കൂടി ക്രിസ്റ്റഫർ ഡോണർ പോവുകയാണെങ്കിൽ അയാളെ നിസ്സാരമായിട്ട് കണ്ടുപിടിക്കുവാനായിട്ട് കഴിയും. പിന്നെ വെടിവെച്ച് കൊല്ലുവാനും സാധിക്കും. ആ ടൗൺ ക്വാറന്റൈൻ ചെയ്തതിന് തൊട്ടു പിന്നാലെ പോലീസ് മറ്റൊരു കാര്യം കൂടി ചെയ്തു. ഓരോ വീടുകളിലും കയറി ഇറങ്ങി അന്വേഷണം ആരംഭിച്ചു. അതും കൂടാതെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ആ പ്രദേശമാകെ വാന നിരീക്ഷണവും നടത്തി. പോലീസ് 3 ദിവസം ആ സിറ്റി ആകെ അരിച്ചു പെറുക്കിയിട്ടും ക്രിസ്റ്റഫറിന്റെ പൊടി പോലും കണ്ടുപിടിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷെ അയാൾ അപ്പോഴും ആ സിറ്റിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അയാൾ എങ്ങനെയാണ് അവരുടെ കണ്ണ് വെട്ടിച്ചതെന്ന് ആർക്കും അറിയില്ല, ഇനിയൊട്ട് അറിയുവാനും പോകുന്നില്ല. ഫെബ്രുവരി 11, അതായത് സിറ്റി ഷട്ട് ഡൗൺ ചെയ്തതിന്റെ 4ാമത്തെ ദിവസം, അന്നൊരു സംഭവം ഉണ്ടായി. ആ ടൗണിന്റെ ഉള്ളിൽ നിന്നും എവിടെ നിന്ന് എന്നറിയാതെ അയാൾ പ്രത്യക്ഷപ്പെട്ടു.
എന്നിട്ട് വയസ്സായ ഒരു സ്ത്രീയുടെ കാറും മോഷ്ടിച്ചുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ശ്രമിച്ചു. ഇത് വേറെ ചില പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടു. അവരും ഇയാളെ ചേസ് ചെയ്തു. പോലീസും ഡോണറും തമ്മിൽ ഹൈവേയിലൂടെ വീണ്ടും ഒരു ചേസിംഗ് നടക്കുകയാണ്. ആ ചേസിംഗ് അവസാനിച്ചത് ഒരു വെടിവയ്പിലാണ്. ആ ഫയറിംഗിൽ ക്രിസ്റ്റഫറിന്റെ കാറിന് വലിയ ഡാമേജ് സംഭവിച്ചു. കാർ ഇനി മുൻപോട്ട് പോവില്ല. അടുത്ത നിമിഷം ആ കാറിന്റെ ഉള്ളിൽ നിന്നും തന്റെ കയ്യിൽ കിട്ടിയ ആയുധങ്ങളെല്ലാം എടുത്തുകൊണ്ട് സമീപത്തുള്ള വനത്തിലേക്ക് ക്രിസ്റ്റഫർ ഡോണർ ഓടി മറഞ്ഞു. അയാൾ കാട്ടിലേക്ക് രക്ഷപ്പെടുന്ന കാഴ്ച വളരെ വ്യക്തമായിട്ട് പോലീസുകാർ കണ്ടു. അവരൊരു കാര്യം ചെയ്തു. സായുധരായിട്ടുള്ള 40ഓളം പോലീസുകാരെ ആ വനത്തിന്റെ ഉള്ളിലേക്ക് അയച്ചു. ഹെലികോപ്റ്ററുകൾ വാന നിരീക്ഷണം നടത്തി. ഈ വനത്തിന്റെ ഉള്ളിൽ തടികൊണ്ട് നിർമ്മിച്ചൊരു ക്യാബിൻ ഉണ്ടായിരുന്നു. അയാൾ നേരെ ഓടിക്കയറിയത് ആ ക്യാബിന്റെ ഉള്ളിലേക്കാണ്. ഇത് മനസ്സിലാക്കിയ 40 പോലീസുകാരും ആ ക്യാബിൻ വളഞ്ഞു. 2 കൂട്ടരും തമ്മിൽ ഫയറിംഗ് ഉണ്ടായി. ഈ വെടിവയ്പിലും ഏതാനും പോലീസുകാർക്ക് പരിക്കേറ്റു. പഠിച്ച പണി 18 നോക്കിയിട്ടും ക്രിസ്റ്റഫറിനെ ആ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ ടിയർ ഗ്യാസ് ഉപയോഗിക്കുവാനായിട്ട് തീരുമാനിച്ചു. അവർ ടിയർ ഗ്യാസുകൾ എടുത്ത് അകത്തേക്ക് എറിഞ്ഞു. എന്നിട്ടും ക്രിസ്റ്റഫർ പുറത്തേക്ക് വന്നില്ല. തൊട്ടു പിന്നാലെ പോലീസ് ടിയർ ഗ്യാസുകളിൽ വെച്ച് ഏറ്റവും അപകടകാരിയായിട്ടുള്ള CS ഗ്യാസുകൾ അകത്തേക്ക് വലിച്ചെറിഞ്ഞു. CS ഗ്യാസിന് ചില പ്രത്യേകതയുണ്ട്. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ കണ്ണും മുഖവും തൊണ്ടയുമെല്ലാം വല്ലാതെ എരിയും. മാത്രവുമല്ല ശ്വാസവും മുട്ടും. കൂടാതെ ഇതൊരു ഫ്ലെയിമബിൾ ഗ്യാസുമാണ്. പൊട്ടിയ ഉടനെ തീയും പിടിക്കും. ഡോണർ ഓടിക്കയറിയത് ഒരു വുഡ് ക്യാബിനിലേക്കാണ്. അധികം വൈകാതെ ആ ക്യാബിൻ കത്തി എരിയുവാനായിട്ട് ആരംഭിച്ചു. താമസിയാതെ അയാൾ പുറത്തേക്ക് ചാടുമെന്നും അപ്പോൾ വെടിവെച്ച് വീഴ്ത്താമെന്നും കരുതി പോലീസ് കാത്തു നിൽക്കുകയാണ്. എന്നാൽ ആ ക്യാബിൻ മുഴുവൻ തീ ആളി പടർന്നിട്ടും ക്രിസ്റ്റഫർ പുറത്തേക്ക് വന്നില്ല. അല്പസമയം കഴിഞ്ഞതും ആ ക്യാബിന്റെ ഉള്ളിൽ നിന്നും ഒരു വെടിയൊച്ച കേട്ടു. പിന്നെ എല്ലാം നിശബ്ദമായിരുന്നു. ക്യാബിന്റെ ഉള്ളിൽ നിന്നും റിട്ടേൺ ഫയറിംഗും ഉണ്ടായില്ല. മുഴുവൻ കത്തി എരിഞ്ഞതും ക്യാബിന്റെ ഉൾവശം പോലീസ് പരിശോധിച്ചു. അതിന്റെ ഉള്ളിലായിട്ട് കത്തിക്കരിഞ്ഞ നിലയിൽ അയാളുടെ ശരീരം കിടപ്പുണ്ടായിരുന്നു. ക്രിസ്റ്റഫറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഇതാണ്. രക്ഷപ്പെടുവാനായിട്ട് കഴിയില്ല എന്നായപ്പോൾ അയാൾ സ്വയം വെടിവെച്ചു. പിന്നെ ആ ക്യാബിനോട് കൂടി കത്തി അമർന്നു. അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു കാര്യം പ്രത്യേകമായിട്ട് എടുത്തെഴുതിയിരുന്നു. LAPDയിലെ എല്ലാ പോലീസുകാരെയും കൊല്ലുവാനായിട്ട് എനിക്ക് കഴിയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനു മുൻപായിട്ട് ഞാൻ കൊല്ലപ്പെടും. ഞാൻ കൊല്ലപ്പെട്ടാലും ഒരു കാര്യം സംഭവിക്കും. ഞാൻ ഉയർത്തിയ ഈ പ്രതിഷേധം ഒരു അന്വേഷണത്തിന് വഴിവെക്കും. അതിന്റെ ഭാഗമായിട്ട് കുറ്റവാളികളായ പോലീസുകാർ ശിക്ഷിക്കപ്പെടും. ഈ ഡിപ്പാർട്ട്മെന്റ് ശുദ്ധമാവും. അയാളുടെ കണക്കുകൂട്ടലുകൾ വളരെ ശരിയായിരുന്നു. ക്രിസ്റ്റഫർ ഡോണറിന്റെ മരണശേഷം ഈ വിഷയത്തിൽ ഒരു അന്വേഷണമുണ്ടായി. വെള്ളക്കാരായ പോലീസ് ഓഫീസർമാർ കറുത്ത വർഗ്ഗക്കാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നായിരുന്നു ആ അന്വേഷണം. എന്നാൽ രസം എന്താണെന്ന് വെച്ചാൽ ആ അന്വേഷണം നടത്തിയത് വേറെ ആരുമല്ല, LAPD പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. അതിന്റെ ഫലം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അന്വേഷണ കമ്മീഷനും കോടതിയും കണ്ടെത്തിയത് ഒന്നുപോലെയായിരുന്നു. ക്രിസ്റ്റഫർ നുണ പറയുകയാണ്. LAPDയിൽ അങ്ങനെ ഒരു വർണ്ണവിവേചനമില്ല. ചുരുക്കി പറഞ്ഞാൽ അയാളുടെ പ്രതിഷേധവും മരണവും വെറുതെ ആയെന്ന് പറയാം. ആ ഡിപ്പാർട്ട്മെന്റ് മുൻപ് എന്താണോ ചെയ്തത് അതുതന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇതാണ്. ഡോണറിന്റെ മരണത്തിന് ശേഷം 7 വർഷം കഴിഞ്ഞ് മറ്റൊരു സംഭവം ഉണ്ടായി. 2020 ജോർജ് ഫ്ലോയിഡ് എന്നൊരു ബ്ലാക്കിനെ അമേരിക്കൻ പോലീസ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയിരുന്നു. ഇത് വലിയ വാർത്തയായതാണ്. നാം എല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യവുമാണ്. ഇതിനെ തുടർന്ന് ധാരാളം ബ്ലാക്സ് തെരുവിൽ ഇറങ്ങി പ്രക്ഷോഭം നടത്തി. ആ സമയത്തും ക്രിസ്റ്റഫർ ഡോണറിന്റെ കേസ് വീണ്ടും ഉയർന്നു വന്നിരുന്നു. ഇന്നും അമേരിക്കയിൽ ബ്ലാക്സിനെതിരായിട്ടും അതുപോലെ മറ്റു രാജ്യക്കാർക്കെതിരായിട്ടുമുള്ള വർണ്ണവിവേചനം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു ഇന്ത്യക്കാരന് ഇതേക്കുറിച്ച് കുറ്റം പറയുവാനായിട്ട് കഴിയുമോ എന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ജാതി വിവേചനം ഇന്നും നിലനിൽക്കുന്ന നാടാണ് ഇന്ത്യ. വർണ്ണവിവേചനവും ജാതി വിവേചനവും ഒരു നുകത്തിൽ കെട്ടാവുന്ന കാളകളാണ്. നമുക്കവരെ കുറ്റപ്പെടുത്തുവാനായിട്ട് എന്ത് യോഗ്യതയുണ്ടെന്ന് എനിക്കറിയില്ല. ഇടത് കാലിൽ മന്തുള്ളവൻ വലത് കാലിൽ മന്തുള്ളവനെ കുറ്റപ്പെടുത്തും പോലെ ആയിരിക്കും അത്. അതവിടെ നിൽക്കട്ടെ. ക്രിസ്റ്റഫർ ഡോണർ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഹീറോയാണോ അതോ ക്രിമിനലാണോ? അത് കമൻറ്റിൽ രേഖപ്പെടുത്താം. പിന്നെ യൂട്യൂബ് ഇപ്പോൾ പുതിയതായിട്ടൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. ലൈക്ക് അടിക്കുന്ന സമയത്ത് ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കടന്നു വരും. അതിലൊന്ന് തൊട്ട് കൊടുക്കുകയാണെങ്കിൽ വീഡിയോ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തും. ലൈക്ക് അടിക്കുന്നവർ അതിനും കൂടി ഒന്ന് സമയം കണ്ടെത്തിക്കഴിഞ്ഞാൽ എനിക്കും ഒരു വൈക്ലബ്യമാവും, ഉൾക്കാമ്പിലൊരു വിതുമ്പലുമാവും. മറ്റൊരു കഥയിൽ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.